നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂളിന് SSK അനുവദിച്ച അഡീഷണൽ ക്ലാസ് റൂമിന്റെ ശിലാസ്ഥാപനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ശിലാസ്ഥാപനം നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർക്ക് ആശാ വർക്കർമാരുടെ സമരപന്തലിൽ ആദരവ് നൽകി. NGO യൂണിയന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി MP സന്ദർശനം നടത്തി. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണത്തിനായാണ് സുരേഷ് ഗോപി അറക്കുളത്തെത്തിയത്. മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി തിരുനാളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി. തിരുക്രമങ്ങൾ നോട്ടീസിൽ അറിയിച്ച പ്രകാരം നടക്കുമെന്ന് വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂളിന് SSK അനുവദിച്ച അഡീഷണൽ ക്ലാസ് റൂമിന്റെ ശിലാസ്ഥാപനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ശിലാസ്ഥാപനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നിധി മനോജ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR ഉൾപ്പെടെ നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിന് SSK അനുവദിച്ച അഡീഷണൽ ക്ലാസ് റൂമിന്റെ ശിലാസ്ഥാപന കർമ്മം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നിധി മനോജ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ, SMC ചെയർമാൻ റഫീഖ് പള്ളത്തുപറമ്പിൽ, PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി, വിദ്യാലയ വികസന സമിതി അംഗങ്ങളായ രാജീവ് പുഷ്പാങ്കദൻ, KK ഷിംനാസ്, SSK തൊടുപുഴ BPO അനിൽ, എഞ്ചിനീയർമാരായ രമ്യ അരവിന്ദ്, PTA എക്സിക്യൂട്ടീവ്, MPTA, SMC, SDC കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കും. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി റെജി ജോർജ് അറിയിച്ചു. യോഗത്തിൽ ഷാഹുൽ പള്ളത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കുകയാണ്. 9-ാം തീയതി പതാക ദിനമായി ആചരിക്കുന്നു. 10-ാം തീയതി പ്രകടനത്തോടുകൂടിയുള്ള പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി റെജി ജോർജ് അറിയിച്ചു. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കപ്പെടുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പൈതൃകമുണ്ട്. ശ്രീ TM ജേക്കബ് സാർ സ്ഥാപിച്ച ഈ പാർട്ടി ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും വേരോട്ടമുള്ള മറ്റ് ഘടകകക്ഷികളെ UDFിലെ ഘടകകക്ഷികളുടെ കൂട്ട് പോലെ തന്നെ എല്ലാ ജില്ലകളിലും വേരോട്ടമുള്ള ഈ പ്രസ്ഥാനം അതിൻ്റെ കാലാകാലങ്ങളിൽ മണ്ഡലം സമ്മേളനവും നിയോജകമണ്ഡല സമ്മേളനവും ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും നടത്താറുള്ളതുപോലെ ഈ വർഷവും അതിൻ്റെ വളരെ അടുക്കും ചിട്ടയോടും കൂടി എല്ലാ ബൂത്ത് വാർഡ് തലങ്ങളിലെ ഇലക്ഷന് കഴിഞ്ഞ് മണ്ഡലം തലത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം നിയോജകമണ്ഡലം കൺവെൻഷനും കഴിഞ്ഞ് വളരെ ബൃഹത്തായ രീതിയിൽ ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞ് ഈ മെയ് മാസം 9, 10 തീയതികളിൽ കേരളത്തിൻ്റെ മലയോര മേഖലയുടെ ഹൃദയഭാഗമായ കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് വെച്ച് നമ്മുടെ കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നമ്മുടെ എത്രയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ലീഡർ ശ്രീ അനൂപ് ജേക്കബ് MLA, പാർട്ടി ചെയർമാൻ ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ,
അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ നേതാക്കൾ, നിയോജകമണ്ഡലം നേതാക്കൾ, മണ്ഡലം പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 4000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം 9, 10 തീയതികളിൽ 10-ാം തീയതി സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. തൊടുപുഴയിൽ ചേർന്ന നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഷാഹുൽ പള്ളത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽ പയ്യാനിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ടോമി മുഴിക്കുടി, മണ്ഡലം പ്രസിഡന്റുമാരായ തോമസ് വണ്ടാനം, ജോബി ജോസഫ്, പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർക്ക് ആശാവർക്കർമാരുടെ സമരപന്തലിൽ ആദരവ് നൽകി. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മാസം തോറും 1500 രൂപ അധിക ഓണറേറിയം നൽകാൻ ബജറ്റ് വഴി സംസ്ഥാനത്ത് ആദ്യമായി പ്രഖ്യാപിച്ചതിനാണ് പി കെ ചന്ദ്രശേഖരന് സമരപന്തലിൽ വെച്ച് ആദരവ് നൽകിയത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര നിർവഹിച്ചു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ആശാപ്രവർത്തകർ നടത്തിവരുന്ന ധാർമ്മിക സമരത്തിന് ഐക്യദാർഢ്യമായി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും മാസം തോറും 1500 രൂപ അധിക ഓണറേറിയം നൽകാൻ ബജറ്റ് വഴി സംസ്ഥാനത്ത് ആദ്യമായി പ്രഖ്യാപിച്ച കോതമംഗലം ബ്ലോക്ക് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെ വിളിച്ചുവരുത്തി സമരപന്തലിൽ വെച്ച് ആശാപ്രവർത്തകർ ആദരവ് നൽകി. 2 മാസക്കാലമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം 100% അവരുടെ അർഹതപ്പെട്ടതാണ് സമരമാണ്. അവരുടെ സമരത്തിൻ്റെ അവരുടെ ഓണറേറിയം 7000 രൂപ എന്നുള്ളത് ചുരുങ്ങിയത് 10000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് അവർക്കുള്ളത്. 2.5 മാസക്കാലമായിട്ട് അവർ സമരത്തിലാണ്. അത് കണ്ടുകൊണ്ട് തന്നെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റിൽ ഒരു ആശാവർക്കർക്ക് 1500 രൂപ ഇത് അധിക ഓണറേറിയം കൊടുക്കാനായി സംസ്ഥാനത്ത് ആദ്യമായി തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ആശാവർക്കർമാർ സംഘടന ഇന്നലെ തിരുവനന്തപുരത്ത് വിളിച്ച് അവർ ഈ മറ്റു പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതൊരു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ചുരുണ്ടുവിലയായി കണക്ക് കൂട്ടിക്കൊണ്ട് അവർക്കത് വയ്ക്കാനുള്ള പ്രചോദനമായി കണക്ക് കൂട്ടിക്കൊണ്ട് അവരെ ആദരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആദരവ് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആദരവ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര നിർവഹിച്ചു. സമരസമിതി പ്രസിഡന്റ് വി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി CP ജോൺ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ്, സമരസമിതി ജനറൽ സെക്രട്ടറി MA ബിന്ദു, മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷമീന പറമ്പിൽ, ജെയിംസ് വെച്ചുചിറ, ഷറഫുദ്ദീൻ കോഴിക്കോട്, പ്രശസ്ത കവി ജോയി വടക്കുംപാടൻ, സുരേഷ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള ബദൽ നയങ്ങളും അവ നേരിടുന്ന വെല്ലുവിളികളും തുറന്നുകാട്ടി NGO യൂണിയൻ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. കട്ടപ്പനയിൽ 26, 27 തീയതികളിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് തൊടുപുഴയിൽ നവകേരളം ബദൽ നയങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തൊടുപുഴ ടൗൺ ഹാളിൽ DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ് വിഷയാവതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യം ചെയ്യേണ്ടത്, സമീകരിക്കേണ്ടത് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമേ ആയിട്ടല്ല. അദ്ദേഹം പറയുന്നു, ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ. അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം. എന്നെ കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യം ചെയ്യേണ്ടത് നോർത്തേൺ യൂറോപ്പുമായിട്ടാണ് എന്നാണ് കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ ഈ ഡയറക്ടർ അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പറഞ്ഞു. ഞാൻ ആമുഖമായി സന്ദർഭവശാൽ വിദ്യാഭ്യാസ രംഗത്തെ ഈ മുന്നേറ്റത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, നമ്മളിവിടെ ഒത്തുചേരുന്നതിന് അല്പ ആഴ്ചകൾക്ക് പുറകിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ വകുപ്പ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, കേരളത്തിന്റെ ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങളെ, പ്രധാനപ്പെട്ട തലവാചകങ്ങളെയൊക്കെ ചൂടുപിടിക്കാൻ പര്യാപ്തമായ ഒരു കണക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് സമർപ്പിക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ കേരളീയ മാധ്യമങ്ങളിൽ അത്ഭുതമില്ല, ശ്രദ്ധേയമായ ഒരു വാർത്താ തലവാചകമായി, അല്ലെങ്കിൽ 7 മണി മുതൽ 10 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകളിൽ സമയത്തെ അപഹരിക്കാൻ പര്യാപ്തമായ ഒരു സംവാദ വിഷയമായി അത് മാറിയതേയില്ല. MHRD ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച കണക്കെന്തായിരുന്നു? 2023-24 തൊട്ട് പുറകിലത്തെ വിദ്യാഭ്യാസ വർഷം ഇന്ത്യയിലെമ്പാടും അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളെ സംബന്ധിച്ചൊരു കണക്ക് നമ്മളല്ല, MHRDയുടെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി RSSന്റെ പ്രചാരക അവർ ഇന്ത്യൻ പാർലമെന്റിൽ വെക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ
അടച്ചുപൂട്ടപ്പെടേണ്ട വന്ന, താഴിടേണ്ട വന്ന ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മളിത് പലർക്കും അറിയില്ല. അത് 12,448 മേലെയാണ്. അനൗദ്യോഗിക കണക്കിൽ എത്ര അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു? നിങ്ങളുടെ സഹപ്രവർത്തകരായി മാറേണ്ട ഇന്ത്യയിലെ എത്ര സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു വന്നോ? നമ്മൾ പറയുന്നതല്ല, NGO യൂണിയന്റെയോ KSTയുടെ അവകാശവാദമല്ല, ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതികരണവുമല്ല. RSSന്റെ പ്രചാരകൻ കൂടെയായ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി പറയുന്നു, ഉദ്ദേശം 1,00,000 മേൽ അധ്യാപകർക്കാണ് ഒരൊറ്റ അക്കാഡമിക് വർഷത്തിനിടയിൽ ഈ കാലയളവിൽ ജോലി നഷ്ടപ്പെട്ടത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജര, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി MP സന്ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകി. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ 2ാം ഘട്ട ചിത്രീകരണത്തിനായാണ് സുരേഷ് ഗോപി അറക്കുളത്തെത്തിയത്. ഹലോ ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി ആരംഭിച്ച സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. മെയ് 30 ക്യാമ്പ് സമാപിക്കും. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉൾപ്പെടെ 120 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പരിശീലനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുമെന്ന് HM ഹെമിക് ടോം പറഞ്ഞു. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നടന്നുവരുന്നത്. അവധിക്കാലം കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനും ലഹരിയിൽ നിന്നും അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിച്ച മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ക്യാമ്പ് നടത്തുന്നത്. ഏപ്രിൽ 7 ആരംഭിച്ച ക്യാമ്പ് മെയ് 30 സമാപിക്കും. പെൺകുട്ടികളും ആൺകുട്ടികളുമായി 120 പേരാണ് 9:30 മുതൽ 11:30 വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അംഗീകാരമുള്ള ക്ലബ്ബുകളിൽ നിന്നായി വിദഗ്ധരായ പരിശീലകരാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. പരിശീലനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ജില്ലാ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുവാനാണ് സ്കൂളിന്റെ തീരുമാനം എന്ന് ഹെഡ് മിസ്ട്രസ് ഹെമിക് ടോം പറഞ്ഞു. അവധിക്കാലം കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ചെലവഴിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഇതിൽ കൂടി നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ കുട്ടികൾ കൂടുതലും മൊബൈലും അതുപോലെ തന്നെ ലഹരി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവധിക്കാലമൊക്കെ ഒത്തിരി ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുട്ടികൾക്കൊരു ഫ്രീ ആയിട്ട് ഇവിടെ നമ്മൾ സൗജന്യമായിട്ട് പരിശീലനം നൽകുകയും അതുപോലെ പരിശീലനത്തിൽ നല്ല കഴിവുള്ള കുട്ടികളെ നമ്മൾ പിന്നീട് മത്സരങ്ങളിലേക്ക്, ജില്ലാതല മത്സരങ്ങളിലേക്കൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം മാതാപിതാക്കളൊക്കെ ഇതിനോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം രാവിലെ മുതൽ 9:30 മുതൽ 11:30 വരെയാണ് കോച്ചിങ് ക്യാമ്പ്. അപ്പോൾ ആ സമയം കുട്ടികൾ വീടുകളിലാണെങ്കിൽ പേരൻസിന് ഒത്തിരി ഒരു വീടുകളിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ പരിധി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് ആണെങ്കിലും കുട്ടികൾക്ക് പഠനത്തിൽ ഏർപ്പെടാനും എല്ലാം ഉള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിർമ്മിച്ച മഹിമാപ്പടി അംഗൻവാടി 90 സെന്റ് റോഡ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആന്റണി ജോൺ MLA ആണ് റോഡ് നാടിന് സമർപ്പിച്ചത്. വാർഡ് മെമ്പർ ഹരീഷ് രാജൻ, CPI ലോക്കൽ സെക്രട്ടറി സിറിൻ ദാസ്, മുൻ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ആന്റണി ജോൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ 250 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച മഹിമ പടി അംഗൻവാടി 90 സെന്റ് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആന്റണി ജോൺ MLA നാടിന് സമർപ്പിച്ചു. സഹകരണത്തോടുകൂടി 3 മീറ്റർ വീതി ലഭ്യമാക്കി അതിനുശേഷം മനോഹരമായി ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ നവീകരിച്ചിട്ടുള്ളത്. ഇതൊരു മാതൃകാപരമായ വികസനമാണ്. നമുക്കറിയാം, കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശം എന്നുള്ള നിലയിൽ തന്നെ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ ഏതായാലും ജനങ്ങൾ തന്നെ
അക്കാര്യത്തിൽ മാതൃകയായി റോഡിന് ആവശ്യമായ വീതി വിട്ടു നൽകുകയും അതിൻ്റെ തുടർച്ചയിലാണ് നമുക്കിപ്പോൾ 3 മീറ്റർ വീതിയിൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ സ്ഥലമേറ്റെടുക്കലും മറ്റുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇടപെടുമ്പോൾ ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കോളനി 3 സെന്റ് പ്രദേശങ്ങളെ 90 സെന്റ് വഴി നേരിമംഗലവുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാത കൂടിയാണിത്. ഈ പദ്ധതി നിലവിൽ വന്നതോടെ കാലാകാലങ്ങളായുള്ള പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ MLAയ്ക്കും ഗ്രാമപഞ്ചായത്തിനും സാധിച്ചു. വാർഡ് മെമ്പർ ഹരീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI ലോക്കൽ സെക്രട്ടറി സിറിൻദാസ്, മുൻ വാർഡ് മെമ്പർമാരായ KP വിജയൻ, അനീഷ് മോഹനൻ, SNRA സെക്രട്ടറി VK ഷാജൻ, DYFI മേഖലാ സെക്രട്ടറി അമൽ KS, അജി കൊളക്കാട്ടുകുടി, VR നാരായണൻ നായർ തുടങ്ങിയവരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുട്ടിക്കാനത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വീടും കൃഷിയിടവും നശിപ്പിച്ചു. കുട്ടിക്കാനത്ത് താമസിക്കുന്ന ബേബി വർക്കിയുടെ വീടും കൃഷിയുമാണ് ആന നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലിറങ്ങിയ കാട്ടാന വീട് പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ബേബി വർക്കിയുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കൃഷി ചെയ്തിരുന്ന തെങ്ങ്, കമുക്, വാഴ, പ്ലാവ് തുടങ്ങിയവയും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ആന വന്ന് രാത്രി സമയത്ത് വന്ന് എൻ്റെ വീടും എൻ്റെ ദേഹണ്ണങ്ങളും എല്ലാം തെങ്ങ്, കമുക്, വാഴ, ചക്ക എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. മതക്കെട്ടുകളെല്ലാം തകർന്നു. മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി. തിരുക്കർമ്മങ്ങൾ നോട്ടീസിൽ അറിയിച്ച പ്രകാരം നടക്കുമെന്ന് പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ അറിയിച്ചു. സാർവത്രിക സഭയുടെ തലവനും നമ്മുടെ പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പ ഇന്നലെ നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ആദരിക്കുന്ന വിശുദ്ധനായ ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്കിന്നും തുടർന്നുള്ള ദിവസങ്ങളിലും പ്രാർത്ഥിക്കാം. മുതലക്കോടം പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ നടക്കുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ 21, 22, 23, 24 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്കൊന്നും മാറ്റമില്ലാതെ തുടരുന്നതാണ്. മാർപ്പാപ്പായുടെ ദേഹവിയോഗത്തിലുള്ള ആദരസൂചകമായി ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. തിരുക്കർമ്മങ്ങളെല്ലാം നോട്ടീസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ സമയത്ത് നടക്കുന്നതാണ്. പ്രദക്ഷിണവും നടക്കുന്നതാണ്. പ്രദക്ഷിണത്തിൽ ഭക്തിഗാനം ആലപിച്ചും കരുണക്കൊന്ത ചൊല്ലിയും ജപമാല അർപ്പിച്ചും ഭക്തിസാന്ദ്രമായ വിധത്തിൽ പ്രദക്ഷിണം നടത്തുന്നതാണ്. മുതലക്കോടം പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അഭിവന്യ രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ നിർദ്ദേശവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൻ്റെ നിർദ്ദേശവും അനുസരിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ ഒഴിവാക്കി എല്ലാ തിരുക്കർമ്മങ്ങളും ഭക്തിസാന്ദ്രമായും നോട്ടീസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വിധത്തിൽ നടത്തുന്നത്. എല്ലാ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം മുതലക്കോടം പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദീപപ്രഭയിൽ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് ദീപാലംകൃതമാക്കിയത്.
വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തൊമ്മൻകുത്ത് ജംഗ്ഷനിൽ നെയ്യശ്ശേരി തോക്കുമൻസാടിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മിക്കുന്നതിനിടയിൽ FC കോൺവെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മതില് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞെന്നും അന്നു മുതൽ നിർമ്മാണ കമ്പനിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. മതിലിന്റെ അടിഭാഗം ഒരുപാട് താഴ്ത്തി മണ്ണെടുത്തതും വെള്ളം കെട്ടി നിന്നതും കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വാർഡ് മെമ്പർ ബിബിൻ അഗസ്റ്റിൻ വ്യക്തമാക്കി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. KSSPU നെയ്യശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മാണത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കരിമണ്ണൂർ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് IT വിദഗ്ധരും അധ്യാപകനുമായ CM സുബേർ നയിച്ചു. വിവിധ യൂണിറ്റുകളിൽ നിന്നായി 32 പേർ പരിപാടിയിൽ പങ്കെടുത്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം S രാജീവ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മോളി, ഇളദേശം ബ്ലോക്ക് പ്രസിഡന്റ് ദേവസ്യ, ബ്ലോക്ക് സെക്രട്ടറി K ശശിധരൻ, നെയ്യശ്ശേരി യൂണിറ്റ് സെക്രട്ടറി VK ഷാജിമോൻ, പ്രസിഡന്റ് PJ ലൂക്കോസ്, ട്രഷറർ പീതാംബരൻ, NR നാരായണൻ, വനിതാ വേദി കൺവീനർ KK രാജമ്മ, KR സുഗതൻ, സാംസ്കാരിക വേദി കൺവീനർ PK ശ്രീകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിന് SSK അനുവദിച്ച അഡീഷണൽ ക്ലാസ് റൂമിന്റെ ശിലാസ്ഥാപനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ശിലാസ്ഥാപനം നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർക്ക് ആശാ വർക്കർമാരുടെ സമരപന്തലിൽ ആദരവ് നൽകി. NGO യൂണിയന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി MP സന്ദർശനം നടത്തി. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ 2ാം ഘട്ട ചിത്രീകരണത്തിനായാണ് സുരേഷ് ഗോപി അറക്കുളത്തെത്തിയത്.
മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി തിരുനാളിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി. തിരുക്കർമ്മങ്ങൾ നോട്ടീസിൽ അറിയിച്ച പ്രകാരം നടക്കുമെന്ന് വികാരി റവറന്റ് ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.